നമസ്കാരം. ഇന്ന് 3 മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ വരികയാണ്. അദ്ദേഹം തൃശൂർ വരുമ്പോൾ സുരേഷ് ഗോപി അടക്കം അദ്ദേഹത്തിന്റെ ചെവിയിൽ, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ട 1-2 കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിത് ഓൾറെഡി സുരേഷ് ഗോപിക്കിനെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന്, മതസൗഹൃദം അല്ലെങ്കിൽ മതസ്പർദ്ധയില്ലാതെ BJPക്ക് ഭരിക്കാൻ സാധിക്കുമോ? അത് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കണം. കാരണം മണിപ്പൂരിലായാലും ക്രിസ്മസിന് പപ്പാനീനെ കത്തിച്ചവരാണെങ്കിലും കേരളത്തിൽ വർഗീയവാദം കളിക്കണവരാണെങ്കിലും വർഗീയ കക്ഷികൾ തീവ്രവാദത്തിലേക്കും കള്ളക്കടത്തിലേക്കും പോയാൽ അത് ഏത് വർഗമായാലും, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, മുസൽമാൻ ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം, സ്വർണ്ണക്കള്ളക്കടത്തും ഫ്ളാറ്റ് തട്ടിപ്പും കള്ളപ്പണം സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ വന്നിട്ട് അത് തീവ്രവാദത്തിലേക്കും ഗുണ്ടായിസത്തിലേക്കും പോകുമ്പോൾ ആ നാട് നശിച്ചു പോകും. ഈ വശം, ഈ ഭാഗം നരേന്ദ്രമോദി ശ്രദ്ധിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഉത്തരം പറയണം. രണ്ടാമത്, കേരളത്തിൽ ഇത്ര അധികം സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നടന്നിട്ടും കഞ്ചാവും മയക്കുമരുന്നും നടന്നിട്ടും എന്തുകൊണ്ട് നിയമങ്ങൾ കർശനമാക്കുന്നില്ല? ഈ പിടിച്ചെടുത്ത സ്വർണം എന്ത് ചെയ്തു? ഇത് കൊണ്ടുവന്ന് കള്ളക്കടത്തുകാർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ആർക്കും അറിയില്ല. വിവരാവകാശം വെച്ചാൽ പോലും അതിന് കൃത്യമായി ഉത്തരം കിട്ടുന്നുമില്ല. ചില വിഭാഗത്തിൽപ്പെട്ട ചില ആൾക്കാർ കോടികൾ ഉണ്ടാക്കുകയാണ് ഇത്തരത്തിൽ. അങ്ങനെ പല കോടികൾ ഉണ്ടാക്കിയ പല മാന്യന്മാരും പല പ്രമുഖരും പല ഉന്നതരും ഇങ്ങനെ കള്ളക്കടത്തിലൂടെയും ഹവാലയുടെയും നികുതി വെട്ടിച്ചും കോടീശ്വരന്മാരായ മുതലാളിമാർ ചില പിച്ചക്കാശ് കൊടുത്ത് ചില വീട് വെച്ചു കൊടുക്കുകയും ആരോഗ്യ മേഖലയിലെയും നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉള്ളവർക്ക് മരുന്നും വീടൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ അവർ പുണ്യവാളനാവും. പക്ഷേ കോടികൾ അടിച്ചു മാറ്റിയിട്ടാണ് ചില ലക്ഷങ്ങൾ കൊടുക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭാരത സർക്കാരാവട്ടെ കേരള സർക്കാരാവട്ടെ കേന്ദ്രമായാലും സംസ്ഥാനമായാലും ചെയ്യേണ്ട പണി അവർ ചെയ്യാതെ മുഴുവൻ ചാരിറ്റിക്കും ഇതര സംഘടനകൾക്കും കൊടുത്താൽ അവിടെ കള്ളപ്പണം വർദ്ധിക്കും. ആവശ്യമില്ലാത്ത വർഗീയതയും മറ്റ് സകല ഉടായ്പും അവിടെ നടക്കും. കേരളത്തിൽ ഇത്രയധികം സ്വർണം വന്നിട്ട് എന്തുണ്ടായി? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഇപ്പോൾ ഫൈറ്റ് തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? പരസ്പരം വൈരാഗ്യം വെച്ചുകൊണ്ട് ഓരോ സമയത്തും അതിൻ്റെതായ രീതിയിൽ പല വിധത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചില തൽപര കക്ഷികൾ നാട്ടിൽ വിഘടിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ന്യൂനപക്ഷം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയും മുസൽമാനും ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താവട്ടെ, എന്തുകൊണ്ട് അവിടെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല, ഒരു സുതാര്യതയില്ല? ആരോഗ്യ മേഖലയിലെ ചൂഷണം രണ്ടാമത്തത്. ഒരു പാവപ്പെട്ടവൻ എത്ര സമ്പാദിച്ചാലും, വേണ്ട പണക്കാരനായാലും എത്ര സമ്പാദിച്ചാലും അവനൊരു ക്യാൻസറോ ഒരു കിഡ്നിയോ ലിവറോ ഹാർട്ടോ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ സമ്പാദിച്ചത് മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ട ഒരു അവസ്ഥ. പല മാന്യ വ്യക്തികളും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും 18 കോടി രൂപയുടെ, 18 ലക്ഷമല്ല 18 കോടി രൂപയുടെ ഒരു വാക്സിൻ, ഒരു ഇഞ്ചക്ഷൻ എങ്ങനെ ഇന്ത്യയിൽ വാങ്ങുന്നു? എന്തിനു വാങ്ങുന്നു? എന്തുകൊണ്ട് അതിന് 18 കോടി രൂപ? പ്രധാനമന്ത്രി ഇടപെടണം, അന്വേഷിക്കണം. ഇത്തരം മരുന്നുകൾ ചില ചെയിൻ മുഖേന നാട്ടുകാർ ചില വേദനകൾ കാണുമ്പോൾ, ചില സങ്കടങ്ങൾ കാണുമ്പോൾ പലരും പൈസ അയച്ചു കൊടുക്കും. അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ മനുഷ്യത്വത്തിന്റെ പുറകിൽ ചില വ്യക്തികൾ കിക്ക് ബാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ 18 കോടി രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ഒരു കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന്റെ കിക്ക് ബാക്ക്, അതിന്റെ മറയത്ത് കിട്ടുന്ന കമ്മീഷൻ എത്രയാണ്? നമ്മുടെ നാട്ടിൽ ഒരു കരൾ മാറ്റിവെക്കാൻ 50 ലക്ഷം രൂപയാണ് ഈടാക്കുന്നത്. എന്തിനാണ് ഈ 50 ലക്ഷം എന്ന് വകതിരിച്ചു പറയാൻ ഏതെങ്കിലും ഡോക്ടർമാർക്കോ ഏതെങ്കിലും ആരോഗ്യമന്ത്രിക്കോ ആർക്കെങ്കിലും കഴിയുമോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടാവണം. ഒരു വൃക്ക മാറ്റിവെക്കാൻ, ഒരു കിഡ്നി മാറ്റിവെക്കുവാൻ ഞാൻ 5 ലക്ഷം രൂപക്കായിരുന്നു ആസ്റ്റർ ഹോസ്പിറ്റലുമായിട്ട് അവരുടെ കുറച്ച്
ചാരിറ്റി ഫണ്ടും എല്ലാം ഉപയോഗിച്ച് 5 ലക്ഷം രൂപക്ക് നമ്മൾ ഫാദർ ഡേവിസ് ചെറമേലും കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളിയും മേജർ രവിയും മരിച്ചുപോയ ക്യാപ്റ്റൻ രാജുവും ഹൈബി ഈഡൻ MLA-യും അങ്ങനെ നിരവധി ആൾക്കാരുടെ സാന്നിധ്യത്തിൽ VKV വർഗീസ് അങ്ങനെ നിരവധി ആൾക്കാരുടെ സാന്നിധ്യത്തിൽ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ചുകൊണ്ട് നമ്മളൊരു എഗ്രിമെന്റ് ജനപക്ഷത്തിന് ഉണ്ടാക്കിയിരുന്നു. നമ്മൾ 6 or 7 കിഡ്നി മാറ്റിവെക്കുകയും ചെയ്തു ആസ്റ്ററിൽ. അപ്പോഴേക്കും നമ്മൾ നിർത്തി. കാരണം ഈ മേഖല അത്രയും വലിയൊരു മാഫിയയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ, ഒരു MLA അല്ല, ഒരു സോഷ്യൽ വർക്കർ കമേഴ്സ് ജേർണലിസ്റ്റ്, ഞാനൊരു പൊതുപ്രവർത്തകന്റെ, ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാതെ 5 ലക്ഷം രൂപക്കും, അപ്പോഴാണ് അറിയുന്നത് ലിസി ഹോസ്പിറ്റലിലും ലൂർദൊക്കെ 3 ലക്ഷത്തിനും കിഡ്നി മാറ്റിവെക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ കിഡ്നി മാറ്റിവെക്കുവാൻ 30 ലക്ഷവും 40 ലക്ഷവും രൂപ മേടിക്കണതെന്ന് ഒരു CBI അന്വേഷണം നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് നടപ്പാക്കണം. CBI അന്വേഷിക്കണം നമ്മുടെ നാട്ടിലെ അവയവ കച്ചവട മാഫിയെ ആരാണ് സഹായിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെയാണ് ഏറ്റവും കൂടുതൽ കിഡ്നി അടിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നതെന്നാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്. CBI അന്വേഷിക്കുകയാണെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും എനിക്ക് ചെയ്തു തരാൻ സാധിക്കും. കേരളത്തിൽ ഇത്ര അധികം വൃക്ക മാറ്റിവെക്കുമ്പോൾ ഞാൻ വലിയൊരു മാഫിയയുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്റെ പിന്നിൽ എന്റെ നിഴലുകളല്ലാതെ, എന്റെ കുറച്ച് സുഹൃത്തുക്കളല്ലാതെ മറ്റാരും എന്നൊപ്പമില്ല. ക്യാൻസർ മരുന്ന് വെറും 10 രൂപയുടെ മരുന്ന് 100 രൂപക്ക് വാങ്ങുന്നതും, 100 രൂപയുടെ മരുന്നിന് 1000 രൂപ MRP ഇടുന്നതും, 1000 രൂപയുടെ മരുന്നിന് 10,000 രൂപ MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇടുന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി ഒരു ഉത്തരവിടണം. CBI അന്വേഷിക്കണം. ഈ കമ്മീഷൻ എല്ലാം ആരുടെ വായിലാണ് പോണത്? ഈ പണം എല്ലാം ആരുടെ വായിലാണ് പോകുന്നത്? നരേന്ദ്രമോദി ഇടപെടണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണം. അപ്പോൾ ഒരു കുടുംബത്തിൽ ക്യാൻസറോ വൃക്ക സംബന്ധമായോ കരൾ സംബന്ധമായോ ഒരു മാരക രോഗം വന്നാൽ ആരോഗ്യ മേഖലയിലെ ചൂഷണം വളരെ വലുതാണ്. അതൊരു ചെറിയ ശൃംഖലയല്ല. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അടക്കം ഡോക്ടർമാരും ആശുപത്രി മുതലാളിമാരും ഇതിന്റെ ബ്രോക്കേഴ്സും പിന്നെ ഇതിന് ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും ഒരു വൻ മാഫിയയാണ്. വെറും 5 ലക്ഷം രൂപക്ക് അല്ലെങ്കിൽ 3 ലക്ഷം രൂപക്ക് ഒരു കിഡ്നി മാറ്റിവെക്കാമെന്നുള്ളിടത്ത് 30 ലക്ഷം രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണ്ടേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി? അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇത് ആവശ്യപ്പെടാം. എല്ലാത്തിനും ഞാൻ പിണറായിയെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിന് ഏറ്റവും അധികം ഇടപെടേണ്ട നരേന്ദ്രമോദിയോട് തന്നെ പറയുന്നത്. വർഗീയതയും ടെററിസവും തീവ്രവാദവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തന്നെയാണ്. എനിക്ക് LDF, UDF, BJP ഒന്നൊരു വേർതിരിവില്ല. എന്റെ രാഷ്ട്രീയം രാഷ്ട്രത്തിനോടുള്ളതാണ്, സമൂഹത്തിനോടുള്ളതാണ്. നന്മ ആര് ചെയ്താലും അത് വിളിച്ചു പറയും, തിന്മ ആര് ചെയ്താലും അത് വിളിച്ചു പറയും. അത് BJP ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും. പാവം ജനങ്ങൾക്ക് നിക്കക്കള്ളിയില്ലാത്ത മേഖലയാണ് ആരോഗ്യ മേഖല. കൂടാതെ ഇത്രയധികം സ്വർണ്ണക്കള്ളക്കടത്തും സിനിമയിലെ നികുതി വെട്ടിപ്പും മറ്റ് വലിയ പ്രമുഖ കച്ചവടക്കാരൊക്കെ ഇത്തരം നികുതി വെട്ടിപ്പിന്റെ അന്തകനായി നിൽക്കുമ്പോൾ സാധാരണക്കാരൻ ഉപ്പും വെളിച്ചെണ്ണയും അരിയും വാങ്ങാൻ കഷ്ടപ്പെടുന്നത് പുതിയ തലമുറ മനസ്സിലാക്കണം. വിദ്യാർത്ഥികൾ, യുവാക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. കുറെ പേർ കുറെ കോടികൾ ഉണ്ടാക്കുന്നു, നമുക്കതിലൊരു പ്രശ്നമില്ല, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ അവർ നികുതി വെട്ടിച്ചു സർക്കാരിലേക്ക്, അതായത് നമ്മുടെ നാടിന് കിട്ടേണ്ട പണം ചില വ്യക്തികളുടെ വരുമ്പോൾ അവരുടെ കയ്യിൽ 10 BMW, 10 ഹെലികോപ്റ്റർ, 10 വില്ല അത് വരുമ്പോൾ എനിക്കതിലൊരു അസൂയയുമില്ല. കൃത്യമായി നികുതി കൊടുക്കാണ്ട് വെട്ടിക്കുമ്പോൾ നമ്മൾ ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ ചെന്നിട്ട് മരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ മരിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി ഇവരാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമ്മൾ ഇന്നും സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഗതി പിടിക്കാത്തത് നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കുകയും മുതലാളിമാരും വർദ്ധിക്കുന്നു. അതായത് വിരലിൽ എണ്ണാവുന്ന കോടീശ്വരന്മാരുണ്ടാവുമ്പോൾ ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങൾ ഉണ്ടാവുന്നു. കാരണം വീതിച്ചു കിട്ടേണ്ട അർഹതപ്പെട്ട റോഡ്, വിദ്യാലയങ്ങൾ, ലൈബ്രറി, പാർക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്,
ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, അങ്ങനെ നമുക്ക് കിട്ടേണ്ട പലതും ഇന്ന് ചില മതവിഭാഗത്തിന്റെയും ചില മാഫിയയുടെയും ഒത്താശയോടുകൂടി നികുതി വെട്ടിച്ചുകൊണ്ട്, അത് പ്രമുഖ മേഖല എന്ന് പറയുന്നത് ഒന്ന് റിയൽ എസ്റ്റേറ്റ്, ഫ്ലാറ്റ് മുതലായ, പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണ്ണക്കടക്കാര്, പിന്നെ സിനിമ ഇൻഡസ്ട്രി, ഇതെല്ലാം ചില ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ആരോഗ്യ മേഖലയും ആശുപത്രികളും വിദ്യാലയങ്ങളും ചില പ്രൈവറ്റ് കോളേജുകളും കോടികളാണ് കട്ടുകൊണ്ടുപോകുന്നത്. ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നത്, ഈ പച്ചക്ക് പറയുന്നത് തലമുറക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദി വരുമ്പോൾ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ആരോഗ്യ മേഖലയിലെ ചൂഷണം, അത് ചെറിയ ചൂഷണമൊന്നുമല്ല, വമ്പൻ ചൂഷണം. അപ്പൊ നമ്മുടെ വീട്ടിൽ ക്യാൻസർ വരുന്നത് പോലെ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും കിഡ്നി, വൃക്ക മോശമാവുന്നത് വരെ, നമുക്ക് ഈ ചികിത്സാ ചെലവ് വരുന്നത് വരെ നമ്മൾ മൗനം പാലിക്കും. അവനോന്റെ അമ്മക്ക് ഭ്രാന്ത് വരുമ്പോൾ മാത്രം വേദനിക്കുന്ന ഒരു സമൂഹമുള്ളിടത്താണ്, അങ്ങനെ ഒരു ജനാധിപത്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാനൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട്, വെല്ലുവിളിയോ അപേക്ഷയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, മിസ്റ്റർ സുരേഷ് ഗോപിക്കും നരേന്ദ്രമോദിക്കും, അങ്ങനെ BJPയുടെ കേന്ദ്രം ഭരിക്കുന്ന ആർക്കും ആരോഗ്യ മേഖലയിലെ ചൂഷണത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ ഇത്രയധികം സ്വർണ്ണ കള്ളക്കടത്ത് വരുന്നതിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അത് ഒരാഴ്ച ഞങ്ങൾ പറയുന്ന രീതിയിൽ, അതായത് നിയമാനുസൃതം തന്നെ ചില നടപടികൾ എടുത്താൽ ഇത് നിർത്താൻ പറ്റും. വേണ്ട നിയമ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ, വേണ്ട നിയമ ഭേദഗതി ഉണ്ടാക്കിയാൽ ആരോഗ്യ മേഖലയിലെയും സ്വർണ്ണ കള്ളക്കടത്തും, കഞ്ചാവും മയക്കുമരുന്നിന്റെ കള്ളക്കടത്തും, തീവ്രവാദവും എല്ലാം നമുക്ക് നിർത്താൻ പറ്റും. തുരുമ്പിച്ച, കാലഹരണപ്പെട്ട നിയമവ്യവസ്ഥിതികൾ ഇവിടെ കള്ളന്മാരെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഇവരൊക്കെ വലിയ ബെൻസിലും BMW വന്നിറങ്ങുമ്പോൾ അവൻ പൗരപ്രമുഖൻ, ഉന്നതൻ. പക്ഷെ അവർ ചെയ്യുന്ന, അവരുടെ നല്ല വെളുത്ത മുഖവും പളങ്ങുന്ന കണ്ണാടിയും എല്ലാം വെച്ച് വളരെ സമ്പന്നനായി വരുമ്പോൾ അവന്റെ പുറകിലെ കഥ വളരെ ചെളിപെരേണ്ടതാണ്. അത് ഏറ്റവും വലുത് ആരോഗ്യ മേഖലയിലെ മരുന്നിന്റെ ചൂഷണം തന്നെയാണ്. കോക്ലിയർ ഇംപ്ലാന്റിൽ ഞങ്ങൾ അത് തെളിയിച്ചതാണ്. 14-10 ലക്ഷം രൂപയുള്ളത് വെറും 4 ലക്ഷം രൂപക്ക് വാങ്ങാനായത് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെയും ബെന്നി ജോസഫിന്റെയും മറ്റ് പല സുഹൃത്തുക്കളുടെയും ഇടപെടലുകൾ മൂലമാണ് 14 ലക്ഷം രൂപയുണ്ടായ ഒരു സർജറി ഞങ്ങൾ 4 ലക്ഷത്തിൽ എത്തിച്ചത്. അതുപോലെ തന്നെയാണ് ഹാർട്ടിന്റെ സ്റ്റെന്റും, ഹൃദയതാളം പദ്ധതിയോടുകൂടെ ഞങ്ങളത് വെറും 10,000 രൂപയുള്ള സ്റ്റെന്റിനെന്ന് തെളിയിച്ചതും ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ കൊച്ചിയിൽ നിന്നും ഞങ്ങളാണ്. വെറും 10,000 രൂപയുള്ള സ്റ്റെന്റിന്റെ വില. ക്യാൻസറിന്റെ പല മരുന്നും ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ 100 രൂപക്ക് വാങ്ങുന്ന മരുന്ന് നിങ്ങൾ പിരിവെടുത്തിട്ടായാലും സഹായമായിട്ടാണെങ്കിലും ഞാൻ 100 രൂപക്ക് വാങ്ങിക്കൊടുത്തിരുന്ന മരുന്നുകൾ നിങ്ങൾ 10,000 രൂപക്കാണ് വാങ്ങുന്നത്. പ്രത്യേകിച്ചും ക്യാൻസറിന് കൊടുക്കുന്ന കീമോതെറപ്പിയുടെ ഇഞ്ചക്ഷൻ, അതിൽ ചോയ്സ് ഇല്ല, നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മക്കോ നമ്മുടെ ഭർത്താവിനോ മകനോ ക്യാൻസറിന്റെ ഒരു മരുന്ന് എഴുതിയാൽ ആ കീമോതെറപ്പി 850 രൂപക്ക് എനിക്ക് കിട്ടുമ്പോൾ 14,000 രൂപ MRP ഇട്ട് വിൽക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി ഇടപെടണം. പള്ളികളിലെയും അമ്പലങ്ങളിലെയും മസ്ജിദിലെയും കണക്കുകൾ കൃത്യമായി പൊതുജനം അറിയണം, സർക്കാർ അറിയണം. മതസ്ഥാപനങ്ങൾ ഇന്ന് കള്ളപ്പണം കൊണ്ട് പലരും പലതും ചെയ്യുന്നുണ്ട്. അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദുവിന്റെ അമ്പലമായാലും മുസൽമാന്റെ മസ്ജിദ് ആയാലും അവിടുത്തെ കണക്കുകൾ, വരവ് ചെലവുകൾ കൃത്യമായിരിക്കണം. അത് പൊതുജനം അറിയണം, അത് സർക്കാർ അറിയണം. അങ്ങനെ പല മേഖലയിലും നികുതി വെട്ടിപ്പ്, ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സഹായത്തോടുകൂടിയുള്ള വെട്ടിപ്പുകൾ, ബ്രോക്കർമാരുടെ കമ്മീഷൻ, എല്ലാ ഉഡായിപ്പും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഗതി പിടിക്കാത്ത ആത്മാക്കളെ പോലെ ഇന്നും തെക്ക് വടക്ക് നടക്കുകയും മക്കളൊക്കെ വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് കൃത്യമായി ഒരു നിയമവാഴ്ചയില്ലാത്തത് കൊണ്ടാണ്. ചാരിറ്റിയുടെ മറവിലാണെങ്കിലും ബിസിനസിന്റെ മറവിലാണെങ്കിലും ദൈവികമായ പുരോഹിതന്മാരുടെയും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കോടതികളിലാണെങ്കിലും എല്ലായിടത്തും മൂല്യച്യുതി വന്നിരിക്കുന്നു. ഇത് തലമുറയുടെ നാശമാണ്, നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ നാശമാണ്. ഇത്
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി LDF, UDF, BJP മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയം ഒരു കൃഷിയാക്കാതെ, രാഷ്ട്രീയം ഒരു വിളവെടുപ്പ് സ്ഥലമല്ലാതെ, ഒരു ബിസിനസ് പോലെ രാഷ്ട്രീയം കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദി അടക്കം, നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ അടക്കം കുറച്ചും കൂടി നിയമവ്യവസ്ഥിതി നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിച്ചിട്ടും പഠിക്കാത്തവരെ പോലെ, അത് വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ, കർഷകർ എന്ത് ചെയ്തിട്ടും ഒന്നും കിട്ടാത്തതുപോലെ നമ്മുടെ നാട് നശിച്ചു പോവും. അത് നശിക്കാതിരിക്കാൻ ദൈവത്തെ ഓർത്ത് ആരോഗ്യ മേഖലയിലെയും സ്വർണ്ണക്കള്ളക്കടത്തും വർഗീയമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടണം. കേരളത്തിൽ അത് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, കേരളത്തിലാണ് ഇന്ന് എല്ലാ മാഫിയകളുടെയും ഹെഡ് ഓഫീസ്. അതിന്റെ ഏറ്റവും വളർച്ച ചില ഭരണകൂടത്തിന്റെയും ഭരണാധികാരികളുടെയും ഒത്താശയോടുകൂടി ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റും കഞ്ചാവും മയക്കുമരുന്നും സ്വർണ്ണക്കള്ളക്കടത്തും ഇന്ന് കേരളത്തിലാണ് വർദ്ധിച്ചു വരുന്നത്. അത് ശ്രദ്ധിക്കണം. എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, വലിയ വലിയ മാഫിയകളുമായിട്ടാണ് നമ്മൾ സാധാരണക്കാർ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരൻ, ഓട്ടോറിക്ഷക്കാരൻ, കൃഷിക്കാരൻ, നിത്യം പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഇന്ന് കേരളത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. നല്ല നിയമവ്യവസ്ഥിതി കൊണ്ടുവന്ന് കൃത്യമായ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ നമ്മുടെ നാട് ഗതി പിടിക്കാതെ പോകുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.